ഞാൻ അങ്ങയിലേക്ക് വരാം. സെബാസ്റ്റ്യൻ പോൾ സാറിലേക്ക് എനിക്ക് പോകണം. അതിന് തൊട്ടു മുമ്പ് ചിത്തരഞ്ജൻ വേഗം ശിവശങ്കറിനും ലിജുവിനുള്ള മറുപടി. ആദ്യം ശിവശങ്കർ പറഞ്ഞത് മൂക്കിൽ കേറ്റുമോ എന്ന് നമുക്ക് കാണാം. രണ്ടാമതായി വിശാലാർത്ഥത്തിലുള്ള രക്ഷാപ്രവർത്തനമാണിത്. അതിനുള്ള മറുപടി ആദ്യം ശ്രീ ചിത്തരഞ്ജൻ. അല്ല, ശിവശങ്കർ അദ്ദേഹം തന്നെ സംസാരിക്കാൻ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഒത്തിരി പാടുപെടുന്ന കാര്യം നമ്മൾ കണ്ടതാണല്ലോ. അദ്ദേഹത്തിന് തന്നെ അറിയാമല്ലോ, ഈ സംസ്ഥാനത്തെ നിയമസമാധാനത്തിൻ്റെ ഉത്തരവാദിത്വം CRPF ഏറ്റെടുക്കാൻ പോവുകയാണോ? അത് കേരളത്തിൽ നടക്കുന്നതാണോ? അദ്ദേഹം തന്നെ പറഞ്ഞു 5-6 പേര് വരും. നമുക്കൊരു ബാധ്യത കൂടെ അവരുടെ കൂട്ടത്തിലായെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ചെലവിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാശ് കൂടി നമ്മൾ ചെലവഴിക്കുന്നു. വീണ്ടും നമ്മൾ കണ്ടില്ലേ, ആ കോഴിക്കോട് പോയി ആ ഗസ്റ്റ് ഹൗസിനകത്ത് പോയി അദ്ദേഹം അന്ന് യഥാർത്ഥത്തിൽ വേറെ ആരെങ്കിലും പോയി അവിടെ താമസിക്കുമോ? ശ്രീ ചിത്തരഞ്ജൻ, ഇതിന്റെ പരിമിതികളെ പറ്റി ശ്രീ ശിവശങ്കർ തന്നെ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് അതിന്റെ സാങ്കേതികത്വം വിടാം. അതിനുശേഷമുള്ള രാഷ്ട്രീയ ചോദ്യമുണ്ടല്ലോ. കുറെ കൂടി വിശാലമായ രക്ഷാപ്രവർത്തനമാണ്, കുറെ കൂടെ CRPF എല്ലാം കൂടെ പങ്കാളികളായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിലാണ് ഇപ്പോൾ അദ്ദേഹം വ്യാപൃതനായിരിക്കുന്നതെന്ന് കണ്ടാൽ വന്നോട്ടെ. ആ രക്ഷാപ്രവർത്തനം കേരളത്തിൽ BJP എങ്ങനെയെങ്കിലും ഒന്ന് പച്ചപിടിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള പരിശ്രമമാണ് അദ്ദേഹം അവസാനം നടത്തുന്നത് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ശ്രമിച്ചോട്ടെ, നമുക്കതിനെ കൈകാര്യം ചെയ്യാം. അതിനെല്ലാം ഉള്ള കരുത്തും കെൽപ്പും എല്ലാം ഈ കേരളത്തിലുണ്ട്. എത്രയോ അതല്ലെന്നേ, അങ്ങനെ ഒരു ആർഗ്യുമെന്റിന് വഴി കൊടുക്കുന്നതാര്? അങ്ങനെ ഒരു വാദം മുന്നോട്ട് വെക്കാൻ അവസരം കൊടുക്കുന്നതാര്? ആരുടെ ജനാധിപത്യ വിരുദ്ധമായ സമീപനം? പ്രതിഷേധത്തോടുള്ള ആരുടെ അസഹിഷ്ണുത? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾക്ക് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, SFI നടത്തുന്ന സമരം, ആ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന സമരം. എന്താ പ്രഖ്യാപനം? എന്താ കാരണം? കോടതി വരെ ഇടപെട്ടിട്ട് എന്താ പറഞ്ഞത്? സെനറ്റിലേക്ക് വിദ്യാർത്ഥി പ്രതിനിധികളും അല്ലാതെയുള്ള മേഖലയിൽ നിന്നുള്ളവരെയൊക്കെ എടുത്തിട്ടുള്ളവരുടെ അയോഗ്യതയെ സംബന്ധിച്ച് കോടതി പോലും വിദ്യാർത്ഥികൾ അവരുടെ മെറിറ്റ് ചൂണ്ടിക്കാട്ടി കോടതിയിൽ പോയിട്ടാണ്. ഒരു സെക്കൻഡ്. പിന്നെ പ്രഖ്യാപിതമാണ് പ്രതിഷേധം, കരിങ്കൊടി പ്രതിഷേധം എന്ന് യൂത്ത് കോൺഗ്രസ് പറഞ്ഞല്ലോ, KSU പറഞ്ഞല്ലോ, എന്നിട്ടും തലതല്ലി പൊട്ടിച്ചല്ലോ. അല്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ ഈ നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് നവകേരള സദസ്സ് തുടങ്ങുമ്പോൾ അങ്ങനെ ഒരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ ആ നിലയിൽ സംഘടിതമായൊരു സമരമോ ഉണ്ടായോ? മറഞ്ഞെവിടെയെങ്കിലും 2 പേർ നിന്ന് 4 പേർ നിന്ന് പെട്ടെന്ന് വരുന്ന വാഹനത്തിന് മുന്നിലേക്ക് എടുത്തു ചാടി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ആദ്യത്തെ ദിവസക്കാലം അങ്ങനെയല്ലായിരുന്നോ? അതിനുശേഷമാണല്ലോ പ്രഖ്യാപിച്ചുകൊണ്ട് സമരത്തിലേക്ക് വന്നത്. ആ പ്രഖ്യാപിച്ചുകൊണ്ട് സമരത്തിലേക്ക് വന്നിടത്ത് എന്താ സംഭവിച്ചത്? ആരാ ചെന്നത്? ആ പ്രഖ്യാപിച്ചുകൊണ്ട് സമരത്തിലേക്ക് വന്ന സ്ഥലത്തൊന്നും ആരും ചെന്നിട്ടൊന്നുമില്ല. ഇതിനകത്തെ പ്രശ്നം ഒരിടത്ത് രക്ഷാപ്രവർത്തനം എന്ന് പറയുക വഴി കേരളം മുഴുവൻ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് അടികൊണ്ടു. ഒരു സെക്കൻഡ്, അടികൊണ്ടു. ഇപ്പൊ മേഘ എന്ന് പറഞ്ഞിട്ടുള്ള ആലപ്പുഴയിൽ അടികൊണ്ട കുട്ടി ഒരു സെക്കൻഡ് അത് പോലീസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ അടിയാണല്ലോ. അപ്പോ നിങ്ങൾ ഈ DYFയുടെ രക്ഷാപ്രവർത്തനം പോലെ അല്ലല്ലോ അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. പോലീസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ അടിയാണ്. ആ രൂപത്തിലാണോ അടിക്കേണ്ടത്? അവിടുത്തെ ആ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ദേഹം മുഴുവൻ 12ഓളം പാട്, കയ്യൊടിയൽ, തിരുവനന്തപുരത്ത് ഒരു വിദ്യാർത്ഥിനിയുടെ മൂക്കിന്റെ പാലമടിച്ച് തകർക്കൽ, ഈ ഉദ്യോഗസ്ഥരെല്ലാം അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇതെല്ലാം രക്ഷാപ്രവർത്തനമാണ് എന്നാണ് നിങ്ങളൊക്കെ അന്ന് വന്ന് വ്യാഖ്യാനിച്ചത്. അതുകൊണ്ട് ലിജുവിന് പൊള്ളുമെന്നേ. തിരുവനന്തപുരത്തൊക്കെ ലിജുവിൻ്റെ പൊള്ളു തരാത്ത എനിക്കൊരു അത്ഭുതമില്ല. കാരണം കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺഗ്രസ് യഥാർത്ഥത്തിൽ BJPയുമായിട്ടുള്ള അവരുടെ നീക്കുപോക്കിനെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും എല്ലാം ശ്രീ ചിത്തരഞ്ജൻ വളരെ ഭംഗിയായി ലിജു പറഞ്ഞില്ലേ, അധികാരത്തിലിരിക്കുന്നവർ, ഭരണഘടനാപരമായ പദവികളിൽ ഇരിക്കുന്നവർ 2 തരത്തിലുള്ള അപക്വമതികളാണ്. ഒരു സെക്കൻഡ്, 2 തരത്തിലുള്ള അപക്വമതികളാണ്. ഒരാൾ വണ്ടിയിൽ ഇരുന്ന് ഞാൻ ഒരു ഭാഗം മാത്രമേ കണ്ടുള്ളൂ, അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറയുന്നു. മറ്റൊരാൾ ജ്യൂസ് കടയുടെ വാതുക്കൽ കസേരയിട്ട് വലിച്ചിട്ട് ഇരുന്നിട്ട് പറയുന്നു, മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ നേരിടേണ്ടി വരുന്നില്ല സാഹചര്യം, എനിക്ക് നേരിടേണ്ടി വരുന്നു, ഇത് മുഖ്യമന്ത്രി തന്നെ ഇറങ്ങി കളിക്കുന്നത് കൊണ്ടാണ്. 2 അപക്വമതികളുടെ 2 സമീപനം. വേണു, ഞാനത് പറയാനൊരു സമയം തരൂ. ഞാൻ തിരിച്ചു പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. വേണു ഇപ്പോൾ വിശദീകരിച്ച് പറഞ്ഞത് അതും ഞാൻ കേട്ടു. ഞാൻ പറയാൻ ഇനി എനിക്കൊരു സമയം തരൂ. ഇവിടെ ലിജു മനസ്സിലാക്കേണ്ടതായാലും വേണുവായാലും പക്ഷേ ആരായാലും ശരി, ഇവിടെ
ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഗവർണർക്ക് സുരക്ഷ കൊടുക്കുന്നതിനോ സുരക്ഷ ഒരുക്കുന്നതിനോ അല്ലെങ്കിൽ കരിങ്കൊടി കാണിച്ച പ്രവർത്തകർക്ക് നേരെ കേസെടുക്കുന്നതിനോ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിലുള്ള ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് പറയാൻ കഴിയുമോ? ഇന്ന് തന്നത്തെ ദൃശ്യം നിങ്ങൾ എടുക്കൂ. നമ്മൾ ഇന്നത്തെ ചർച്ച കണക്കെയാണല്ലോ. എവിടെയെങ്കിലും വിദ്യാർത്ഥികൾ ഈ പറഞ്ഞിട്ടുള്ള ഗവർണറുമായിട്ട് എത്ര മീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്? അദ്ദേഹം അവസാനം നിലനിൽക്കാത്തൊരു വാദം പറഞ്ഞു, ആരോ കുടി കമ്പെടുത്തെറിഞ്ഞെന്ന്. എവിടെ കൊണ്ടെന്നാണ്, എവിടെ പോയി വീണെന്നാണ്? ഒന്നുമില്ലല്ലോ. ആ വിദ്യാർത്ഥികൾ നിങ്ങളുടെ എല്ലാം തന്നെ ക്ലിപ്പിംഗ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എത്രയോ സമാധാനപരമായി നിന്ന് മുദ്രാവാക്യം വിളിച്ച വിദ്യാർത്ഥികൾക്ക് നേരെയാണ് ഈ ആക്രോശമൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇവിടെ പോലീസിന് നേരെ ആക്രമണം സമരക്കാർ നടത്തിയിട്ടില്ല, ഗവർണർക്കെതിരെ ആക്രമണം നടത്തിയിട്ടില്ല. അവർ ജനാധിപത്യപരമായി മുദ്രാവാക്യം വിളിച്ചത് മാത്രമേ ഉള്ളൂ. അതിന് ഇദ്ദേഹം എന്തിനാണ് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത്? അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതെന്ത് സംഭവിച്ചാലും ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ കുറ്റം പറയാൻ കിട്ടുന്ന അവസരം അത് ആരിഫ് മുഹമ്മദ് ഖാനല്ല, സാക്ഷാൽ അമിത്ഷാ നാളെ ഇവിടെ വന്നിട്ട് ഇടപെട്ടിട്ട് കേരളത്തിലെ ഗവൺമെൻറ്റിനെ ഇപ്പം ഞാൻ റെഡിയാക്കി കളയുമെന്ന് പറഞ്ഞാലും അവർക്കത് ശരിയാണെന്നുള്ള ന്യായമായിരിക്കും ഉണ്ടാകാൻ പോണത്. അവർ കേരളം വിട്ട് ബാക്കി എല്ലാ സ്ഥലത്തും ഈ ഗവർണർമാർ ഉപയോഗിക്കുന്നതിനെയും കേന്ദ്ര ഏജൻസി ഉപയോഗിക്കുന്നതിനെയും എതിർക്കും. അത് അവരുടെ ഒരു സ്വഭാവമായി കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആ കോൺഗ്രസ് ഇവിടെ BJPയും കോൺഗ്രസും അത് പരസ്പരം പുണർന്നുകൊണ്ട് നിൽക്കുന്ന കാഴ്ച എത്രയോ ദിവസക്കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ഇതിനേക്കാൾ തോന്നിയവാസം കാണിച്ചാലും, ഇതിനേക്കാൾ അദ്ദേഹം ജനാധിപത്യ വിരുദ്ധമായി ഇടപെട്ടാലും, കേന്ദ്ര സർക്കാർ ഇതിനേക്കാൾ മോശമായി ഇടപെട്ടാലും കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിനെയെല്ലാം ന്യായീകരിക്കാനുള്ള മാർഗം എന്താണ് എന്നതിനെ സംബന്ധിച്ചല്ലാതെ അവർക്ക് മറ്റൊരു ചിന്തയുമില്ല. ശരി, ഞാൻ അങ്ങേലേക്ക് വരാം. ശരി ശ്രീ ചിത്രഞ്ജന, ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ അല്ല ശരി, ഞാൻ ഡോക്ടർ സെബാസ്റ്റ്യൻ ബോളിലേക്ക് ഒന്ന് പോകുന്നു. ഡോക്ടർ സെബാസ്റ്റ്യൻ ബോൾ,